മൊത്തം തുണിൻ്റെ തള്ളി അടുപ്പിച്ച് മൊത്തം അറ്റത്തുണ്ടെങ്കിൽ ബാക്ക് നോക്കും പുളിയത്ത് നമുക്ക് എന്നല്ല വെള്ളപ്പങ്ക ആറിൻ്റെ അടുത്ത് മൊത്തം വെള്ളമൊക്കെ എടുക്കും വെള്ളത്തിന് മൊത്തം എപ്പോഴാണോ ഉള്ളത് കട്ട് ചെയ്യരുത് കയറണം കാത്തെടുക്കും ഇനിയുണ്ടോ അപ്പുറത്തുണ്ട് അത് അതിലെ കാണിക്കുമ്പോൾ കാണാം അപ്പുറത്തുണ്ട് അതിലെ കറങ്ങി കട്ടാക്കുക ഇല്ലല്ലേ അത് ഞാൻ ചെയ്തോളാം ഇതൊക്കെ മേയറൊന്ന് കാണിക്കണമല്ലോ മേയറിനടുത്ത് കാണിച്ചെങ്കിലേ ശരിയാത്തുള്ളൂ ഒരു ക്യാമറ വെപ്പിക്കാം 1-2 ക്യാമറ ഇവിടെ ശരിയാത്തില്ലെങ്കിൽ മനുഷ്യന്മാരല്ലേ കൊണ്ടുവന്ന ഫ്ലാറ്റ് കിടക്കുന്നമാരെ ചെയ്ത പണിയത് ഇവിടെ ഉള്ള ചായക്കടക്കാരും ഹോട്ടലുകാരും കല്യാണം നടത്തിയാലും കാട്ടിനകത്ത് എല്ലാം ആറ്റിനകത്താണ് കുടിവെള്ളം നശിപ്പിച്ചുകൊണ്ടിരിക്കുന്നു കുടലും പള്ളം പാലിട്ട് നമസ്കാരം, ഞാൻ പാൽക്കുളങ്ങര ഡിവിഷൻ കൗൺസിലർ ബാബുവാണ്. കൊല്ലം കോർപ്പറേഷനിലെ പാൽക്കുളങ്ങര ഡിവിഷനിൽ ഐത്തിലേറം ഓഡിറ്റോറിയത്തിൻ്റെ ഫ്രണ്ടിലെ കിളിയല്ലൂർ തോട്ടിലാണ് ഇത്തരത്തിലുള്ള മാലിന്യങ്ങൾ ചാക്കിൽ കെട്ടി കൊണ്ടുവന്ന് നിക്ഷേപിക്കുന്നത്. കുട്ടികളുടെ സ്നാഗി അങ്ങനെ ഉൾപ്പെടെയുള്ള വിവിധ വേസ്റ്റുകളാണ് ഇവിടെ കൊണ്ടുതള്ളുന്നത്. അറവ് മാലിന്യം, അതുപോലെ നമ്മുടെ അങ്ങനെ പലതരത്തിലുള്ള വേസ്റ്റുകൾ ചാക്കിൽ കെട്ടിക്കൊണ്ടുവന്ന് ഈ തോട്ടിൽ കൊണ്ട് തള്ളുകയാണ്. അപ്പോൾ ഇവിടെ ദുർഗന്ധം കാരണം നമുക്ക് ഈ പ്രദേശവാസികൾക്ക് ഇവിടെ വസിക്കാൻ വയ്യാത്തൊരവസ്ഥയാണ്. അതുപോലെ റോഡിൽ കൂടി പോകുന്നവർക്ക് പോലും നടക്കാൻ പറ്റാത്തൊരവസ്ഥയാണ്. അത്തരത്തിൽ വളരെ ദയനീയമായ ഒരവസ്ഥയിൽ കൂടിയാണ് ഇപ്പോൾ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് ഇവിടെ 2 ക്യാമറ നമുക്ക് അനുവദിച്ചിട്ടുണ്ട്. ഈ ക്യാമറയും അതുപോലെ രാത്രിയിൽ ഹെൽത്ത് സ്ക്വാഡിൻ്റെ ഒരു റൗണ്ട് ചുറ്റിലും കൂടി നടത്തണം എന്നാണ് എനിക്ക് ഇതുമായി ബന്ധപ്പെട്ട് മേയറോട് പറയാനുള്ളത്. മേയർ ഇതിന് അടിയന്തരമായ നടപടി സ്വീകരിക്കണമെന്ന് മാത്രം പറയുന്നു. കൈ വെച്ചോണ്ട് പറ, ഇതിലെ കൂടെ പോവാൻ വയ്യാത്ത പിന്നെ ഒരു വിധത്തിൽ ഇതിലെ പോകാനും വരാനും വയ്യാത്ത ഭയങ്കരമായ വാടയും ഛർദ്ദിച്ച് മനുഷ്യൻ്റെ ഉപ്പാട് വരിക. നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും പോകുന്ന സമയങ്ങളിലെല്ലാം ഇവിടെ അമിതമായ വേസ്റ്റുകൾ കൊണ്ടൊന്ന് തള്ളിയാണ്. അവരോടൊന്നും പല ആവർത്തികൾ ഞങ്ങൾ പറഞ്ഞാൽ പോലും കേൾക്കത്തില്ല. ഇതിലെ കൂടെ പോയി എന്തെല്ലാം അസുഖങ്ങളാണ് മനുഷ്യനുണ്ടാകുന്നത്. സാർ ഇതിലെ കൂടെ സത്യത്തിൽ ഏതാണ്ട് ഇപ്പോൾ ഒരു 5-6 മാസക്കാലം കൊണ്ട് അമിതമായ രീതിയിലെ വേസ്റ്റും കാര്യങ്ങളും കൊണ്ട് ഒരാൾ ഉയരത്തിൽ കൊണ്ടുവന്ന് പൊക്കുന്ന രീതിയിലാണ് വേസ്റ്റ്. യന്ത്രസ്ഥല്ല അങ്ങോട്ട് പോയാലും ഇങ്ങോട്ട് പോയാലും വാടകയും കാര്യങ്ങളും ദുർഗന്ധങ്ങളും കൊണ്ട് പൊടി കുഞ്ഞുങ്ങളും പഠിത്തത്തിന് പോകുന്ന മക്കളും എല്ലാം കിടന്ന് ശ്വാസം മുട്ടിയാണ്. ഈ കടയിൽ ഇയാളൊക്കെ കടയൊന്നുമല്ല, കടക്കാരല്ല. നിങ്ങൾ കടയൊക്കെ പറ്റുകാരായാലും ഞാൻ കടപ്പുറത്തില്ലേ, നമുക്ക് സത്യം നമ്മൾ നേരെ ആളുമ്പിൽ പറയും. ഇത് കടക്കാരല്ല, ഇതൊന്ന് മാലിന്യം കൊണ്ട് ഫ്ലാറ്റിൽ താമസിക്കുന്ന 2 സെൻറ്റ് വസ്തുക്കളായിരുന്നു. മാടിൻ്റെ മൊത്തം വേസ്റ്റുകളാണ്. കുഴലും പണ്ടവും മാടർത്തുന്നത് അയറ്റ് പാലത്തിൻ്റെ അടിയിൽ പുതിയ പാലം കെട്ടിക്കുന്ന ബൈപ്പാസിൽ, അതായത് ആ 4 ജംഗ്ഷനിൽ ഓൺകാർഡും പോലീസുകാരെല്ലാം ഇപ്പോൾ രാത്രിയായി കൊണ്ടുവരുന്ന സ്ഥലങ്ങൾ അതാണ്. നോക്ക്, ഈ മാലിന്യം കൊണ്ട് കുട്ടികൾ സ്കൂളിൽ പോകുന്ന കുട്ടികൾ എല്ലാം ഇത് വഴി കൂടെ വരുന്നതാണ്. നടപ്പാതെയാണ്, ആട്ടോ എല്ലാം പോകുന്ന വഴിയാണ്. ഒരു മനസാക്ഷിയില്ലാത്ത രീതിയിലാക്കുന്നുണ്ട്. കുടിക്കുന്ന വെള്ളവും ഈ ചാറ് ചേർന്നാണ് കിണർ കഴിക്കുന്നത്. ഈ വെള്ളങ്ങളെല്ലാം മനുഷ്യന്മാർ കോരി പിടിക്കുന്നത് നമ്മളാ ഈ ഊറ്റുവെള്ളം, ഈ വരുന്ന ഊറ്റുവെള്ളം കൊണ്ടാണ്. തന്നെ മാലിന്യം കൊണ്ട് നിറഞ്ഞു കിടക്കും. പറകണ്ട കൊല്ലം കോർപ്പറേഷൻ്റെ പദ്ധതി അതൊന്ന് അറിയിക്കാൻ മേയറിനെ അറിയാൻ വേണ്ടി കാണിക്കാൻ മേയർ നേരിട്ട് കാണേണ്ട കാഴ്ചയാണ്. കമ്പിട്ട് മാലിന്യം കൊണ്ട് സഹിക്കാൻ പറ്റാത്ത മാലിന്യം ഇത്ര ഒരു ആജ്ഞാത ചെയ്ത പണിയാണ്. 6 ഇപ്പം നൗഷാദമ്മയിലെ 12 കോടി 40 ലക്ഷം രൂപ അനുവദിച്ച് സൈലുകളെ കെട്ടി ഇത് 6 വൃത്തിയാക്കി സംരക്ഷിക്കണം പറഞ്ഞ് കൊടുത്തതാണ്. എന്നിട്ടും കാണിച്ചു കൂട്ടുന്ന ജനങ്ങളിതാണ്. കണ്ടോ, ഇത് നടപ്പാതെയാണ്. കണ്ടോ കിടക്കുന്ന മാലിന്യം, കണ്ടോ കൂമ്പാരം, ഭയങ്കരമായ വാട.